ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. റോഹന്റെ കയ്യിൽ നിന്നും ഋതിക മേഡത്തെ രക്ഷിക്കാൻ എന്താ വഴിയുള്ളത്? ഡയറക്റ്റായിട്ട് ഇടപെട്ടാൽ ശരിയാവില്ല. എന്തേലും വഴി കണ്ടെത്തണം. പാവം മേഡം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ടെൻഷൻ അടിക്കാം. ആ കുഞ്ഞിന്റെ അച്ഛൻ സ്വന്തം മകനാണെന്ന കാര്യം അംഗീകരിക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് അത് വല്ലാതെ വിഷമം തോന്നുന്നു. വേണോട്ടാ, നീ വിഷമിക്കണ്ടടി. ദൈവം അങ്ങനെ ഒന്നും കാണാതെ അങ്ങനെ ഒരു കുഞ്ഞിന് ജീവൻ കൊടുത്ത് അതിനെ ഭൂമിയിലേക്ക് അയക്കില്ലല്ലോ. എല്ലാ കുഞ്ഞിനും നല്ലതായി ഭവിക്കും. നീ കണ്ട ശരിയാ വേണോട്ടാ. നൂലുകെട്ടും പേരിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ദിവ്യയുടെ കുഞ്ഞിനെ ദീപക്കിന് അംഗീകരിക്കേണ്ടി വരും. അതോടെ ദീപക്കിന്റെ കാര്യത്തില് എന്നേക്കുമായിട്ടൊരു തീരുമാനം ഉണ്ടാവും. പക്ഷേ രോഹന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയും കിട്ടാത്തത്. എനിക്ക് പേടിയാവുന്നു. രാജുവിനെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാം. ഹലോ ഋതിക മേഡം. രാജു എന്ത് ചെയ്യുന്നു? ഞാൻ കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞാനും ആ കാര്യം തന്നെയാ രാജു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ആ കാര്യത്തിൽ എനിക്ക് സമാധാനമായി. അതെ മേഡം, നൂലുകെട്ടും പേരിടൽ ചടങ്ങും ഒക്കെ കഴിയുന്നതോടെ ദീപകിന്റെ ഭാഗത്തു നിന്നും ഋതിക മേഡത്തിന് ഒരു ശല്യം ഉണ്ടാവില്ല. ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു. പക്ഷെ എന്നാലും രാജു, റോഹന്റെ കാര്യം. റോഹന്റെ കാര്യത്തില് നമ്മൾ എന്ത് ചെയ്യാനാ മേഡം? ഞാൻ അവനെ കല്യാണം കഴിച്ച് ഞാൻ അവന്റെ കൂടെ പോയി താമസിക്കണമെന്നാണോ രാജു പറയുന്നത്? അങ്ങനെയല്ല മേഡം ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എങ്ങനെയാ രാജു ഉദ്ദേശിച്ചത്? മാഡം എന്നോട് വഴക്കിടാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വിളിച്ചത്. ഞാൻ വഴക്കിടാൻ വേണ്ടിയൊന്നും അല്ല വിളിച്ചത്. പക്ഷെ രാജു പറയുന്നതിന്റെ മറുപടി എന്തായാലും ഞാൻ പറയും. ഇപ്പൊ പറഞ്ഞതിന്റെ മറുപടി ഹാർഷായിട്ട് ഞാൻ പറയും. മാഡം വഴക്കുണ്ടാക്കാതെ സമാധാനായിട്ടിരിക്കെ. നമുക്ക് ആലോചിക്കാം. നമ്മുടെ മുമ്പിൽ സമയമുണ്ടല്ലോ. ആലോചിച്ചു കഴിഞ്ഞാൽ വഴിയും കിട്ടും. ഇതിങ്ങനെ അധികകാലം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടോ. രാജു എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. രാജു എനിക്ക് പണ്ടൊരു പ്രോമിസ് തന്നിട്ടുള്ളതല്ലേ, എന്ത് പ്രശ്നം വന്നാലും എന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. അപ്പൊ രാജു തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. എനിക്കറിയില്ല. റോഹനോട് രാജു തന്നെ സംസാരിക്കും. ഞാൻ റോഹനോട് സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാലേ പറ്റൂ. ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ മാഡം, ഞാൻ നോക്കിക്കൊള്ളാം. രാജു, അവൻ എന്നെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക. മാഡം ഫോൺ എടുത്ത് സംസാരിക്കേ. അവനോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ അവന്റെ കോള് കട്ട് ചെയ്യാൻ പോവാ. മാഡം മാഡം കട്ട് ചെയ്യില്ല മാഡം, എടുത്ത് സംസാരിക്കേ. ഇല്ല, ഞാൻ കോള് കട്ട് ചെയ്യും. ഇവിടെന്താ കോള് കട്ട് ചെയ്യുന്നത്? കോൾ വെയിറ്റിംഗിലാണല്ലോ. ആരോടാ സംസാരിക്കുന്നത്? ഫ്രണ്ട്സിനോട് ആരെങ്കിലും ആയിരിക്കും. കോള് കട്ട് ചെയ്താ റോഹൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കില്ലേ? പോരാത്തതിന് മാഡത്തിന്റെ കോള് വെയിറ്റിംഗിലും. മാഡം കോൾ എടുത്ത് ഏതെങ്കിലും ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണെന്ന് പറയായിരുന്നു. അതായിരുന്നു ബെറ്റർ. അങ്ങനെ പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല.
ഇന്നലെ വന്നൊരു കൊച്ചു പയ്യൻ എന്നിട്ട് എന്റെ ഫോണിലേക്ക് എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു, അതും രാത്രിയില്. രാത്രിയിൽ അവന്റെ ഫോൺ എടുക്കേണ്ട കാര്യം എനിക്കില്ല. മാഡം വെറുതെ വഴക്കുണ്ടാക്കല്ലേ. മാഡം എന്റെ കോള് കട്ടി റോഹൻ ഇനിയും വിളിച്ചു കഴിഞ്ഞാ വെയിറ്റിംഗിലാണെന്ന് കാണിക്കില്ലേ? മാഡത്തിന് തെറ്റിദ്ധരിക്കും. ഞാൻ കോള് കട്ട് ചെയ്യാൻ പോവാ മാഡം. ഇനി വിളിക്കുകയാണെങ്കിലും മാഡം റോഹനോട് സംസാരിക്കും. രാജു, കൂളായിട്ട് സംസാരിച്ചാ മതി. ഉറക്കം വരികയാണെന്നോ ഉറങ്ങാൻ പോവാണെന്നോ നാളെ സംസാരിക്കാന്നോ എന്നു വല്ലതും പറഞ്ഞോ? ശരി രാജു, ഞാൻ അങ്ങനെ ചെയ്യാം. ശരി മാഡം. റോഹന്റെ കയ്യിൽ നിന്നും ഋതിക മേഡത്തെ രക്ഷിക്കാൻ എന്താ വഴിയുള്ളത്? ഡയറക്റ്റായിട്ട് ഇടപെട്ടാൽ ശരിയാവില്ല. എന്തേലും വഴി കണ്ടെത്തണം. പാവം മാഡം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ടെൻഷൻ അടിക്കാം. കോള് റിങ് ചെയ്തിട്ടും കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ഇവളെന്നെ അവോയ്ഡ് ചെയ്യണം. എന്തോ ഒരു കാര്യമുണ്ടല്ലോ. അതൊക്കെ ഉണ്ടടാ. അളിയ, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. പറയാടാ, നീ ധൃതി പിടിക്കല്ലേ. വണ്ണം അടിക്കേ, അപ്പൊ തലേ കയറും. എന്നിട്ട് ഞാൻ പറയാം. ഇല്ലില്ല, നീ കാര്യം പറ. ഞാൻ എന്റെ ഡ്രീം ഗേളിനെ കണ്ടുമുട്ടിയടാ. അതൊരു വലിയ സംഭവമാണല്ലോടാ. അല്ല, ഇവിടുന്ന് ആരാ? ഇത്രയും നാൾ നീ നിന്റെ സങ്കല്പത്തിലെ പെൺകുട്ടിയെ കണ്ടെത്തിയില്ല, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരാളെ നീ കണ്ടോ? പിന്നെ കണ്ടു. കാണുക മാത്രമല്ല, മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. എവിടെ വെച്ചാടാ നീ അവളെ കണ്ടത്? ഇതെവിടെയുള്ള പെണ്ണ? പെണ്ണിവിടെയൊക്കെ ഉള്ള ആള് തന്നെ. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതാപ് വർമ്മയല്ലേ? വർമ്മങ്ങളുടെ മകളാ. കലക്കെളിയ പിടിച്ച് നീ അവസാനം പുളിങ്കൊമ്പി തന്നെ കയറി പിടിച്ചല്ലോ. എന്ത് പുളിങ്കൊമ്പടാ. കാശും പണമൊന്നും കണ്ടിട്ടൊന്നും അല്ലടാ. സൗന്ദര്യം, അവളുടെ വശ്യമായ സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വീണുപോയത്. വശ്യമായ സൗന്ദര്യം? സാഹിത്യഭാഷയാണല്ലോ അളിയ. അത്രയ്ക്ക് സുന്ദരിയാണോ? സുന്ദരി എന്ന് പറഞ്ഞാ വെറും സുന്ദരിയല്ല, ഒരു അപ്സരസ്. അകലേ നോവിനാലേ